വെൽക്കം ബാക്ക് ടു കുലാഷി ടോക്സ്. സോ ഇന്ന് നമ്മളൊരു സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് ഈ ഫെഹിറ്റോ ചിക്കൻ റാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ചിക്കൻ ബ്രസ്റ്റ് ആണ്. വളരെ വലിപ്പമുള്ള തിക്കായിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. സോ 600 ഗ്രാം ആണ് ഇത് ആകെ മൊത്തം വന്നിരിക്കുന്നത്. ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനിടാം. ചിക്കൻ ബ്രസ്റ്റ് എല്ലാം ഇവിടെ അരിഞ്ഞ് നന്നായിട്ട് വെച്ചു. ഇനി ഈ ചിക്കൻ ബ്രസ്റ്റിനകത്ത് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു അരക്കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 6-7 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഉപ്പ് ഓൾറെഡി ഇട്ടു, അതുപോലെ തന്നെ പെപ്പർ ഓൾറെഡി ഇട്ടു, അതുപോലെ തന്നെ ഒരു ലെമണും ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിപ്പിടിപ്പിക്കും. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് വരെ ഇരുന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനിടാം കേട്ടോ. നമുക്കിനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് ശരിയാക്കാം. ഞാനിവിടെ ഇരിക്കുന്നത് 3 പെപ്പർ എടുത്തിട്ടുണ്ട്, ഒന്ന് ഗ്രീന്, അതുപോലെ തന്നെ റെഡ്, യെല്ലോ എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ 4 ഇതില് കുറിയാണ്ടർ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ വെജിറ്റബിൾ എല്ലാം റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആയി നോക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കല്ല കേട്ടോ. ഇത് മാത്രമേ നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. ഒരു പാത്രത്തിനകത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ വെജിറ്റബിൾ റെഡിയാക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു 2 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറും കൂടെ അതിനകത്തിട്ട് ഈ ബട്ടറിൽ വെജിറ്റബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. ഇനിയിപ്പോൾ അതിനകത്ത് ഇടുന്നത് ഞാൻ ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്, സ്ക്വീസ് ചെയ്ത് അതിനകത്തിടാം. സ്പ്രിംഗ് ഒനിയൻ ഇടാം, പിന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീഫും ഇടാം. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കും. ഈ വൈറ്റ് സോസ് ഇമ്പോർട്ടന്റ് ആണ് ഈ റാപ്പ് ഉണ്ടാക്കുന്നതിനടുത്ത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ടേസ്റ്റ് കാണില്ല. ഈ സോസിന്റെയാണ് മെയിൻ ടേസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ വൈറ്റ് സെസമി സീഡ് വേണം, അത് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ലൈം 1 ടേബിൾ സ്പൂൺ, ഒരു മയോ നന്നായിട്ട് തന്നെ വേണം. മയോ ഒരു 1/2 കപ്പ് മയോ ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ബ്ലാക്ക് പെപ്പറാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒറിഗാനോ ആണ്. ഒറിഗാനോ 1/4 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇത് 3 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഇതിനകത്ത് ഒഴിച്ച് നമുക്കിതൊന്നൊരു ചെറിയൊരു പേസ്റ്റ് പോലെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ടിയുള്ള ചില്ലിന്റെ ഒരു പാത്രം എടുക്കാം. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു റാപ്പ് നമ്മളിവിടെ വെച്ചു. ഇനി അതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് വേറെ ഒരു റാപ്പ് ഇവിടെ വെക്കും. സോ 3 റാപ്പാണ് നമ്മൾ ടോട്ടൽ ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അടിയിൽ നമ്മൾ ഈ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ബേസ് ആയിട്ട് നമ്മൾ ഇനി ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ആണ്. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം കേട്ടോ. സോ അതിനുശേഷം നമ്മുടെ ചെഡാർ ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ്. സോ ഇതിന്റെ മുകളിൽ നമുക്ക് ഇത് ടോട്ടല ചിപ്സ് ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് ചിപ്സ് നമുക്ക് ഇടാം, ജസ്റ്റ് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മുടെ വെജിറ്റബിളും ചിക്കനും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇടാം. അതിന്റെ ഇടയിൽ കൂടെ ചീസ് ഇട്ട് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സോസ് ഇട്ട് കൊടുക്കാം. ദെൻ ഇത് നന്നായിട്ട് പാക്ക് ചെയ്യാം.
ഇതവിടെ നമ്മുടെ എല്ലാം റെഡിയായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ കയറണം. അപ്പോൾ ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂത്ത് പിക്കില്ലേ അത് വെച്ച് ഒന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഓവനിൽ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഇത് 160°C പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് ഉള്ളിലോട്ട് വെക്കാൻ പോവാണ്. അറൌണ്ട് 10 to 15 minutes നമുക്ക് വെക്കാം. നമ്മുടെ ഫെയ്ഡ് ചിക്കൻ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോളെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. സോ നമുക്ക് അവനിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ചിക്കൻ റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വൈകിട്ടോ അല്ലെങ്കിൽ വീക്കെൻഡിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണും വരെ ബൈ ഫ്രം ക്ലാഷിക.